അരുണാചൽ പ്രദേശിൽ നിന്ന് ഇന്ന് നേരെ പോകുന്നത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്തേക്കാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ. അവിടെ കാത്തിരിക്കുന്നത് നെറ്റിപ്പട്ടമുണ്ടാക്കുന്ന ഒരു കലാകാരിയാണ്. ചെന്നൈ നൊലമ്പൂരിൽ താമസിക്കുന്ന ദേവിക. ചെന്നൈയിലാണ് താമസമെങ്കിലും ആള് മലയാളിയാണ്, നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഗഡിയാണ്. നെറ്റിപ്പട്ടമുണ്ടാക്കൽ മാത്രമല്ല, മറ്റൊരു കഴിവ് കൂടിയുണ്ട് ദേവികയ്ക്ക്. എന്താണെന്നുള്ളത് സർപ്രൈസാണ്. അപ്പോൾ കണ്ടുവരാം ആ കലാകാരിയുടെ വിശേഷങ്ങൾ. വണക്കം. നമ്മൾ മലയാളികൾ പൊതുവേ ആനപ്രേമികളാണ്. അതിപ്പോൾ നാട്ടാനയായാലും കാട്ടാനയായാലും വലിയ ഉപദ്രവമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആനയോട് വളരെ സ്നേഹമുള്ളവരാണ്, അവരെ പരിചരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. ഈ ആനയെ കാണുമ്പോൾ ആനയ്ക്കൊരു നെറ്റിപ്പട്ടം കൂടി ഉണ്ടെങ്കിൽ അതൊരു അഴക് തന്നെയാണ്, ഒരു കളറാണ് ആന നെറ്റിപ്പട്ടമൊക്കെ ചൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ നെറ്റിപ്പട്ടം സത്യത്തിൽ ഇപ്പോൾ വീടുകളിലൊക്കെ ഒരു അലങ്കാര വസ്തുവായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നൈയിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരു കലാകാരിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആനയ്ക്ക് നെറ്റിപ്പട്ടം എപ്പോഴും ഒരഴകാണ്. ആ അഴക് കൃത്യമായിട്ടറിയുന്നവരാണ് മലയാളികൾ. അതിൽ പ്രത്യേകിച്ച് ഒരു ജില്ലക്കാർക്ക് ആനയോടും ഇപ്പറയുന്ന നെറ്റിപ്പട്ടത്തിനോടുമൊക്കെ ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അവരെവിടെ പോയാലും അതൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ളവരടുത്ത് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരാളെ പരിചയപ്പെടാനാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് ആ ആളെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ദേവിക എന്നാണ് പേര്. എനിക്കും കുറച്ച് ഡീറ്റെയിൽസൊക്കെ അറിയത്തുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ദേവികയോട് തന്നെ ചോദിക്കണം. അപ്പോൾ പേര്, നാള്, ഊര് എല്ലാം അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ പേര് ദേവിക. എൻ്റെ നാട് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂങ്കുന്നത്താണ് താമസിക്കുന്നത്. ഇവിടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു, ചെന്നൈ. എന്താണ്, എങ്ങനെ, എവിടെയൊക്കെയാണ് പഠിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി പറയാം. ഞാൻ പഠിച്ചത് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലാണ്. പിന്നെ അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം നെറ്റിപ്പട്ടം പഠിച്ച് പിന്നെ നെറ്റിപ്പട്ടം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ നെറ്റിപ്പട്ടം ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഈ താല്പര്യം ഇതെങ്ങനെയാണ്, ലൈഫിൽ ഏതൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായത്? ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു ക്ലാസ്സിന് പോയതാണ്. 2 ദിവസത്തെ ക്ലാസ് ആയിരുന്നു അത്. അതിനുശേഷം ചെന്നൈയിൽ ഇവിടെ വന്ന് വെറുതെ ഇരുന്നപ്പോൾ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് ഇവിടുത്തെ ചെന്നൈ മലയാളീസ് ഗ്രൂപ്പിലിട്ട് അങ്ങനെ കുറേ എൻക്വയറീസ് വന്നു. അങ്ങനെയാണ് അതൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ ഇപ്പോൾ തുടങ്ങിയത്. എങ്ങനെ ഇതിനോടൊരു ആദ്യം മുതൽ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു? ഇഷ്ടം എന്ന് വെച്ചാൽ പൂരങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ അത് ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഈ തൃശ്ശൂർകാരിക്ക് ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് മെയിൻലി ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇത് വരുന്നത് ആദ്യം നമ്മൾ ബേസായിട്ട് 3 ലെയർ ക്ലോത്താണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഈ ക്യാൻവാസ് ഉണ്ടായിരിക്കും, അതിന് മുകളിൽ ഗോൾഡൻ ക്ലോത്താണ് വെക്കുക. അതിന് മുകളിലാണ് ഈ വരുന്ന മൗൾസ് എല്ലാം വെക്കുന്നത്. ലാസ്റ്റ് വർക്ക് അവസാനിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു ലൈനിങ് ക്ലോത്തും യൂസ് ചെയ്യും. ഈ മൗൾസ് എല്ലാം വരുന്നത് ഫൈബർ മെറ്റീരിയലാണ്. ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. പിന്നെ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ഗോൾഡനും സിൽവറും മിക്സഡ് ആയിട്ടുള്ള മൗൾസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഗോൾഡൻ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും അവരുടെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കി അതനുസരിച്ച് കളേഴ്സ് പറയാറുണ്ട്. ത്രെഡും കസ്റ്റമൈസേഷൻ ഉണ്ട്. ത്രെഡും അവർ പറയുന്ന കളേഴ്സിലാണ് ചെയ്ത് കൊടുക്കുക. അത് പലതരം മിക്സഡ് വരാറുണ്ട്, ചിലത് ഒരേ കളർ ത്രെഡ്സ് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആദ്യം നമ്മൾ വെക്കുക ഈ ക്യാൻവാസ് ക്ലോത്താണ്. അതിൻ്റെ മുകളിൽ ഗോൾഡൻ ക്ലോത്ത്, അത് ഗോൾഡൻ മൗൾസ് ആണെങ്കിൽ ഗോൾഡൻ ക്ലോത്തും സിൽവർ മൗൾസ് ആണെങ്കിൽ സിൽവർ ക്ലോത്തും വെച്ചിട്ട് അത് ഒട്ടിക്കും. പിന്നീട് ആദ്യം മൂലഗണപതി എന്നാണ് പറയുക, അത് ആദ്യം ഒട്ടിച്ച് ചന്ദ്രക്കല ഒട്ടിച്ച് മുഖം, കണ്ണ്, പഞ്ചഭൂതങ്ങൾ അങ്ങനെ ഒട്ടിച്ച് വരികയാണ് ചെയ്യുക. മെഷർമെൻറ്റ് ഇത് 3 ഫീറ്റ് തൊട്ട് 6 ഫീറ്റ് വരെ വരുന്നുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. 3 ഫീറ്റിന് 3000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അങ്ങനെ അത് കൂടി വരും. അപ്പോൾ ഈ ഡെക്കറേഷന് വേണ്ടി മാത്രം ആണോ ഇത് വാങ്ങിയിട്ടുള്ളത്?
ഇപ്പോൾ ചെന്നൈയിൽ ഒരുവിധം എല്ലാവരും, ഞാൻ ചെന്നൈയിലാണ് കൂടുതലായി സെയിൽ ചെയ്യുന്നത്, അവരെല്ലാവരും വീട്ടിൽ ഡെക്കറേഷൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. സെക്കൻഡ് പാർട്ട് ഇതിലും ഗംഭീരമാണ്. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ദേവിക ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരു കലാകാരി മാത്രമല്ല, മറിച്ച് നന്നായി പാട്ട് പാടുക കൂടി ചെയ്യും. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ചോദിക്കേണ്ടതായിട്ടുണ്ട്. പാട്ട് ചെറുപ്പം തൊട്ടേ പാടാറുള്ളതാണ്, പഠിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് നാട്ടിലുള്ളപ്പോൾ പഠിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ടും പഠിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് മലയാളി സമാജത്തിൽ പോയിട്ട്. ആരാ ഗുരുനാഥൻ? ആരാ ഗുരുനാഥൻ? എൻ്റെ നാട്ടിലെ എൻ്റെ സരസ്വതി മിസ്സാണ്. ഇവിടെ വന്നപ്പോൾ ദിവ്യ മിസ്സാണ് എന്നെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഏത് തരം പാട്ടിനോടാണ് താല്പര്യം? ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ തരത്തിലുള്ള പാട്ടാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് കർണാട്ടിക് മ്യൂസിക്കാണ്, പാടുന്നതും അത് തന്നെയാണ്. ചെറുതായി അമ്പലങ്ങളിലൊക്കെ കച്ചേരിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് പാട്ട് കേൾക്കാം. ഓക്കെ. വന്ദരുൾവായ് മുരുകാ, പരമസുഖം തന്തരുൾവായ് മരുകാ. ആ വന്ദരുൾവായ് മുരുകാ, സ്വന്തമുடன் உன்னை பணிந்திடும் அன்பர் தயாள இன்பமணாள, மனமிறங்கி வந்தருள்வாய் முருகா, பரமசுகம் தந்தருள்வாய் மருகா. അപ്പോൾ നമ്മൾ ദേവിക നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ നല്ല കർണാട്ടിക് മ്യൂസിക് കേട്ടു. ആൾ വലിയൊരു മ്യൂസീഷ്യനായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാനും ഈ കർണാട്ടിക് മ്യൂസിക്കൊക്കെ പാടും, പക്ഷേ ഇപ്പോൾ തൊണ്ട വയ്യാത്തത് കൊണ്ടാണ്. അടുത്ത തവണ ഒരു മത്സരത്തിന് ഞാൻ തയ്യാറുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ദേവികയ്ക്ക് നേരുകയാണ്. ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിലും ഒപ്പം തന്നെ തൻ്റെ സംഗീതത്തിലുമൊക്കെ വലിയ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീട്ടിൽ ആനയെ വാങ്ങണമെന്ന് ആഗ്രഹം നടക്കാത്തവർക്ക് കുറഞ്ഞ പക്ഷേ ഒരു ആനയ്ക്കുള്ള നെറ്റിപ്പട്ടമെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ദേവിയെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ദേവികയുടെ പാട്ടും ഈ നെറ്റിപ്പട്ടം നിർമ്മാണമൊക്കെ അങ്ങനെ അടിപൊളിയായി പോകട്ടെ.